ശബരിമല യുവതി പ്രവേശന ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നു. ശബരിമലയിൽ പോയ ബിന്ദു അമ്മിണിയും കനകദുർഗയും വിശ്വാസികളാണോ എന്ന ജസ്റ്റിസ് നാഗരത്നയുടെ ചോദ്യം. രണ്ടുപേരും കേരളത്തിൽ നിന്നുള്ള ഹിന്ദുക്കളാണെന്ന് ഇന്ദിര ജെയിംസ് സിംഗ്. യുവതി പ്രവേശനം അനുവദിച്ച വിധി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും ഇന്ദിര ജെയിംസ് സിംഗ് കോടതിയിൽ വിവരങ്ങളുമായി ഇപ്പോൾ ഫെമിന കൂടി ചേരുകയാണ്. ഫെമിന, വാദം പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് ഇന്നു മുതൽ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതി പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദമായിരുന്നു കോടതിയിൽ നടന്നിരുന്നത്. എന്നാൽ ഇന്നു മുതൽ അനുകൂലിക്കുന്നവരുടെ വാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുപ്രീം കോടതി വിശാല ഭരണഘടനാ ബെഞ്ച് മുമ്പിലാണ് ഇത്തരത്തിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള ഇന്ദിര ജെയിംസ് സിംഗ് ഇന്ന് ആദ്യം വാദം ആരംഭിച്ചത്. അതിനിടയിലാണ് ഈ വിശ്വാസികൾ, ശബരിമലയിൽ പോയ യുവതികളായിട്ടുള്ള സ്ത്രീകൾ വിശ്വാസികളാണോ എന്നൊരു ചോദ്യം ജസ്റ്റിസ് നാഗരത്നയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബിന്ദു അമ്മിണിയും കനകദുർഗയും വിശ്വാസികളാണോ എന്നായിരുന്നു കോടതി ചോദിച്ചത്. എന്നാൽ രണ്ടുപേരും കേരളത്തിൽ നിന്നുള്ളവരും ഹിന്ദുക്കളാണ് എന്നുമാണ് ഇന്ദിര ജെയിംസ് സിംഗ് മറുപടി നൽകിയത്. യുവതി പ്രവേശനം അനുവദിച്ച വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും ശബരിമല പ്രവേശനത്തിന് ശേഷം ബിന്ദു അമ്മിണിക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായി എന്നും ഇന്ദിര ജെയിംസ് സിംഗ് കോടതിയിൽ വ്യക്തമാക്കി. സംഭവത്തിന് പിന്നാലെ ബിന്ദു അമ്മിണിക്ക് കേരളത്തിൽ നിന്നും കേരളം വിടേണ്ട ഒരു അവസ്ഥ വന്നു എന്നും ഇന്ദിര ജെയിംസ് സിംഗ് കോടതിയെ ബോധിപ്പിച്ചു. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമായിരിക്കും കോടതി കേൾക്കുക. കഴിഞ്ഞ ദിവസമാണ് നേരത്തെ പറഞ്ഞതുപോലെ എതിർക്കുന്നവരുടെ വാദം കേട്ടു. സംസ്ഥാന സർക്കാരിന്റെ വാദവും ഈ യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം പൂർത്തിയായതിനു ശേഷമായിരിക്കും കേൾക്കുക. എന്തായാലും കേസിലെ നിർണായകമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഇപ്പോൾ കോടതിയിൽ ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ഫെമിന പങ്കുവച്ചത്.